അർച്ചന യെസ്, അർച്ചന പ്രേമൻ കോഴിക്കോടുകാരിയാണ് അതെ. അല്ലേ? കോഴിക്കോട്. ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര നെർവസ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം അതില്ലാന്ന് തോന്നുന്നു. ഇപ്പം ഇല്ല. ശരി, അത് പോട്ടെ. ഇപ്പോൾ കുറേ കാലമായിട്ട് സ്റ്റേജിൽ കയറിയാണല്ലോ ഈ വലിയൊരു സ്റ്റേജിലേക്ക് എത്തിയത്. ആ ഒരു സ്റ്റേജ് പറയുമോ? കാരണം മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം അച്ഛനായിരുന്നു മ്യൂസിക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛനിലൂടെയാണ് തുടങ്ങിയത്. അച്ഛൻ ഭയങ്കര സംഗീതപ്രേമിയാണ്. പാട്ട് പഠിക്കണം, വലിയ പാട്ടുകാരനാവണം, അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. അപ്പം അച്ഛൻ ആഗ്രഹം നടന്നില്ല. അപ്പം എന്നിലൂടെയും എൻ്റെ ബ്രദറിലൂടെയാണ് അച്ഛൻ അത് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറിൻ്റെ അടുത്തായിരുന്നു മ്യൂസിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ BA ഞാൻ അതർ ഡിഗ്രി ആയിരുന്നു. ഡയറക്റ്റ് MA മ്യൂസിക്കിന് ജോയിൻ ചെയ്തു. BA കഴിഞ്ഞിട്ട് അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഒരു മ്യൂസിക് തന്നെയായിരുന്നു. ഓ, ഈ കോഴിക്കോടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഹാർമോണിയം, ഈ കട്ടൻ ചായ, ബാബുക്ക. അതാണ് നമ്മുടെ ഒരു കോഴിക്കോട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബാബുക്ക ആണ് ഓർമ്മ വരിക. പാട്ടുകൾ പല സ്റ്റൈലിലാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരും. അവരവരുടെ വോയിസ് കൾച്ചറും അവരവരുടെ പഠിത്തമൊക്കെ അനുസരിച്ച് ഈ പാട്ടിന് ഒരുപാട് ചായ ഉണ്ടാവും. ആ ഏരിയയിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ടോ? എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് കോഴിക്കോട്. എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ബാബുക്കിൽ നിന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ആസ് എ മ്യൂസീഷ്യൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ഒരു നാട്ടിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ കൈതപ്രസാറും കോഴിക്കോട് തന്നെയാണല്ലോ. സാറിൻ്റെ കീഴിൽ ഒരുപാട് നല്ല ഗുരുക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. ഈ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് എപ്പോഴും ഇപ്പോൾ ചെറിയ ഒരു അധികം ഫേമസ് ആവാത്ത ഒരാളും പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് എക്സ്പോഷർ കിട്ടാത്തതെന്ന് തോന്നിപ്പോവും. അത് നമ്മൾ കരുതുന്ന രീതിയിൽ അവരങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ഉള്ളിലേക്ക് പാട്ട് പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും കോഴിക്കോട്. അവർ ഒരു ഹാർമോണിയം എടുത്ത് പാടുമ്പോൾ അതിൽ ലയിച്ച് എന്താണ് മ്യൂസിക് അവർ പാടുന്നത്, ഇതിൻ്റെ വായന, ഇതൊന്നും വേറിട്ടെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു സമൂഹമാണത്. ഭയങ്കര രസമാണ്. എനിക്കതെപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു നാട് മുഴുവനും അങ്ങനെ തന്നെ അതിനെ ചേർത്ത് പിടിക്കുന്നൊരു സന്തോഷമില്ലേ, അതൊക്കെ ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫീലല്ലേ കോഴിക്കോട് നിന്ന് കിട്ടുക? അതെ സാർ. ഇപ്പം സാറ് പറഞ്ഞൊരു കാര്യം, ചില ആർട്ടിസ്റ്റുകളെ കാണുമ്പം അവരിവിടെ ഒന്നും ഇരിക്കേണ്ട ആളുകളായിരുന്നില്ല എന്ന് ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെ കുറച്ച് പേരോട് ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അതിൽ കുറച്ചൊരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ്. എന്നുവെച്ചാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ആ ഇമോഷൻ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലവർ ഹാപ്പിയാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഏറ്റവും ആദ്യം സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഞാനും എത്തുകയാണ്. അതിന് അപ്പോൾ ശരിക്കും ഇത്തരം ഒരു വേദിയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കോഴിക്കോടുകാരി അങ്ങനെ ഒരു വേയിൽ തന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പെർഫോമൻസ് പ്രതീക്ഷിക്കാം, ഉള്ളറിഞ്ഞുള്ള പെർഫോമൻസ് ഇല്ലേ? അതിനുള്ളൊരു പ്രാക്ടീസൊക്കെ ഉണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ചേഞ്ചസ് ആണ്. അമൃതയുടെ ഒരു ഫ്ലോറിൽ വന്ന് ഇവിടുത്തെ ഗ്രൂമിങ് സെഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡീറ്റെയിലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് എങ്ങനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യം ഗ്രൂമിങ് നമുക്ക് കിട്ടുന്നുണ്ട്. വീട്ടിലാരൊക്കെ എന്തൊക്കെയാ? അച്ഛൻ, അമ്മ, ഒരു ചേട്ടൻ. മ്യൂസിക്കുമായിട്ടുള്ളവരുടെ? അതെ, അച്ഛൻ എന്നെയും ചേട്ടനെയാണ് ആദ്യം പാട്ട് പഠിപ്പിച്ചത്. അപ്പം ചേട്ടൻ പാടും. ചേട്ടനൊരു ബാൻഡുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുമ്പോൾ അതിന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടനാണ് എൻകറേജ് ചെയ്ത് ഏട്ടൻ്റെ ഷോസിൽ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായിരുന്നു ലൈഫിൽ. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ഓഡിഷൻസ് പങ്കെടുത്ത ഒരാളാണ്. എൻ്റെ വീട്ടിൽ ഒരുപാട് ഓഡിഷൻസ് കാർഡുണ്ട്. അപ്പം എപ്പോഴെങ്കിലും ഞാനൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആവും തോന്നുമ്പോൾ ചേട്ടനാണ് ഇത് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, ഓക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുവരുന്ന ചേട്ടനാണ്. എല്ലാവരും ഒരുപോലെ സപ്പോർട്ടീവാണ്. അതെ, സംസാരിക്കുമ്പോൾ തന്നെ ഉള്ളുകൊണ്ടാണ് വർത്തമാനം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പാട്ടിലും ആ ഒരു ഉള്ളുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.